അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. ഇഡലിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പുറകെ സാമ്പാറും ചമ്മന്തിയും എത്തി. അത്യാവശ്യം തിരക്ക് കണ്ടിട്ടാണ് ഈ കടയിൽ കയറിയത്. ഉള്ളത് പറഞ്ഞാൽ ഫുഡ് തീരെ മോശമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ലഗേജും മൊബൈൽ ഫോണും ചെരുപ്പുമൊക്കെ സുരക്ഷിതമായി വെക്കണം. സൗജന്യമായി പാദരക്ഷകൾ ഇവിടെ സൂക്ഷിക്കാം എന്ന ബോർഡ് കണ്ടു. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. ലഗേജും മൊബൈൽ ഫോണും ലോക്കറിൽ സുരക്ഷിതമായി വെച്ചതിന് ശേഷം ദർശനത്തിനായി പോവുകയാണ്. മൊബൈൽ ഫോൺ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് അവിടുത്തെ കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് താഴെ വന്നു. വലിയ തിരക്ക് ഇല്ലാഞ്ഞതുകൊണ്ട് നല്ലതുപോലെ തൊഴുത് പ്രാർത്ഥിക്കാനും സാധിച്ചു. അവിടെ നിന്ന് അന്നദാനവും കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരിച്ചുള്ള ട്രെയിൻ വൈകുന്നേരം 6 മണിക്കായതുകൊണ്ട് സമയം ഒരുപാടുണ്ട്. കുറച്ചു സമയം ഇവിടെയൊക്കെ കറങ്ങി നടക്കാമെന്ന് കരുതി. വേറെയാണോടാ? ആണോ? 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 വാങ്ങണോ? അയ്യോ ഇത് അത് വേണ്ട, ചെറുത് അത് എവ്വളോ? பெருசு വരില്ല മുന്നേ വരില്ലേ? തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടതാണ് ദേവസ്വം ബോർഡിന്റെ സൗജന്യ ടോയ്ലറ്റും ബാത്റൂമും. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നിറങ്ങിയ അതേ ബസ് തന്നെ 5 മണിക്ക് ഇവിടെ വരും. അങ്ങനെ നമുക്ക് പോകേണ്ടുന്ന ബസ് എത്തി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇരിക്കാൻ സീറ്റ് കിട്ടിയതുകൊണ്ട് അല്പം ആശ്വാസമായി. ഈ കാണുന്നത് പളനി ബസ് സ്റ്റാൻഡാണ്. തിരികെ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:15 ട്രെയിൻ വരുന്നത്. വീഡിയോയിൽ കുറേയൊക്കെ പോരായ്മകൾ ഉണ്ടെന്നറിയാം. അഭിപ്രായങ്ങളും വിമർശനങ്ങളും രേഖപ്പെടുത്തുക. അടുത്ത കാഴ്ചകൾ അടുത്ത വീഡിയോയിലും.